അടുത്തത് ഫുൾ ആഡർ യൂസിങ് നാൻഡ് ഗേറ്റ് ഓൺലി ആണ്. നാൻഡ് ഗേറ്റ് ഓൺലി വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കോ, ഒരു ചെറിയ സിംപ്ലിഫിക്കേഷനകത്തുണ്ട്. നമ്മുടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ എക്സ് ഓർ ബി എക്സ് ഓർ സി എന്നായിരുന്നല്ലോ. ഞാൻ ഈ എ എക്സ് ഓർ ബീനെ എക്സ് എന്നങ്ങ് വിളിക്കുക. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഴുതാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എക്സിന് ഞാൻ എ എക്സ് ഓർ ബീനെ അങ്ങ് വിളിച്ചു. അപ്പോൾ എനിക്ക് സമ്മിൻ്റെ എക്സ്പ്രഷൻ മാറ്റി എഴുതാൻ മേലെ, എക്സ് എക്സ് ഓർ സി എന്നാക്കാൻ മേലെ, കാരണം എ എക്സ് ഓർ ബി ഇപ്പോൾ എന്തായി? എക്സ് ആയല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ, ഇനി ഞാൻ ആദ്യമേ ഈ എക്സിനെ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യുക. എക്സിനെ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ എക്സിൻ്റെ എക്സ്പ്രഷൻ എന്താ ശരിക്കും പറഞ്ഞാൽ? എ എക്സ് ഓർ ബി ആണ്. ഈ എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ബി പ്ലസ് എ ബി ബാർ ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളത് ഓൾറെഡി നേരത്തെ ഹാഫ് സബ്ട്രാക്റ്റിനകത്തും ഹാഫ് ആർഡറിനകത്തും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ സെയിം രീതിയിൽ തന്നെ എന്ത് ചെയ്യുക കണ്ടോ? എ ബാർ ബി പ്ലസ് എ ബി ബാർ എ ബാർ ബി ബാർ വെച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ നാൻഡ് ഗേറ്റ് വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതേ ഇങ്ങനെ കിട്ടിയില്ലായിരുന്നോ? ഹാഫ് ആർഡറിനകത്ത് ഹാഫ് സബ്ട്രാക്റ്റിനകത്തും. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയതാരാ? എക്സിനെ കിട്ടി. ഇതാണ് എൻ്റെ എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വന്നേ? എ ഇൻറ്റു എ ബി ബാർ ഹോൾ ബാർ ഇൻറ്റു ബി ഇൻറ്റു എ ബി. എ എക്സ് ഓർ ബി ചെയ്തപ്പോൾ എനിക്ക് കിട്ടി ഇതാണ്. എനിക്കിവിടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ശരിക്കും എന്താ? ഇപ്പം എ എക്സ് ഓർ ബി എക്സ് ഓർ സീൻ, അതായത് എക്സ് എക്സ് ഓർ സീനാണ് എൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. എനിക്ക് എക്സ് എന്താണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ എക്സ് എന്താണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ എക്സ് എക്സ് ഓർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഇതേപോലെ തന്നെയായിരിക്കില്ലേ. ഇവിടെ എയും ബിയും എക്സോർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും സീനും എക്സോർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് എന്നും ബിയുടെ സ്ഥാനത്ത് എനിക്ക് ആരെ ഇട്ടാൽ മതി? സീന് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ നോക്കിക്കേ, എക്സ് എക്സ് ഓർ സി എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷനും തന്നെയാണ് ഈ എക്സ്പ്രഷൻ എഴുതിയേക്കുന്നത്. അതായത് ഇവിടെ എ കാണുന്നിടത്ത് എന്തിട്ട് കൊടുത്തു? എക്സും. ഇവിടെ ബി കാണുന്നിടത്ത് എന്തിട്ട് കൊടുത്തു? സീന് ഇട്ട് കൊടുത്തു. കണ്ടോ? അപ്പോൾ എക്സ് എക്സ് ഓർ സി എന്ന് പറഞ്ഞ് എനിക്ക് ആരെ കിട്ടി? ഇത് കിട്ടി. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ക്യാരിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എ ബി പ്ലസ് എ എക്സ് ഓർ ബി സീനാണ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ബി പ്ലസ് എ എക്സ് ഓർ ബിനെ ഞാൻ എക്സ് എന്നല്ലേ വിളിച്ചേക്കുന്നത്. എ എക്സ് ഓർ ബിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അതായത് എ ബി പ്ലസ് എക്സ് സി എന്നാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യില്ലേ. ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നാൻഡ് ഗേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ, ഈ പ്ലസിനെ മാറ്റി പ്രൊഡക്റ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ബി ബാർ ഇൻറ്റു എക്സ് സി എന്ന് കിട്ടും. ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സമ്മിൻ്റെ എക്സ്പ്രഷൻ കിട്ടി, ക്യാരിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തോളുക. സമ്മിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുക. സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താ? സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമ്മിൻ്റെ എക്സ്പ്രഷൻ അല്ലേ. അതായത് എക്സ് ഇൻറ്റു എക്സ് സീന്, സീൻ ഇൻറ്റു എക്സ്. എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ എക്സിൽ നിന്ന് എക്സ് സീൻ ബാർ അങ്ങനെ പോവുക. കണ്ടോ? ആദ്യം എക്സ് എന്താണെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എക്സ് എന്താ? എ ഇൻറ്റു എ ബി ബാർ ദ ഹോൾ ബാറാണ്. അപ്പോൾ ദേ എ ബി ബാർ കിട്ടി. ഇവിടെ എയും എ ബി ബാറൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ചെയ്യുക. ദെൻ ഈ ബിയും ഈ എ ബി ബാറോട് ചേർന്ന് ബി ഇൻറ്റു എ ബി ബാർ കിട്ടി. ദെൻ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? ഇത് എക്സ് കിട്ടി. ഇനി എനിക്ക് ആരെയാണ് വേണ്ടേ? ഇത് വേണം അല്ലേ. ആ കിട്ടിയ എക്സും സീൻ ബാറൂടെ ചെയ്യുമ്പോഴാണ് ആരാവുള്ളൂ? സമ്മിൻ്റെ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പം എക്സും സീൻ ബാറൂടെ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് സീൻ ബാർ. ഇവിടെ എനിക്ക് എക്സ് കിട്ടി. എക്സ് ഇൻറ്റു സീൻ ബാർ കിട്ടണമെങ്കിൽ സീൻ ഒരു ഇൻപുട്ടൂടെ ഞാൻ കൊടുത്തു ഇവിടെ. കണ്ടോ? ആ എക്സും സീനൂടെ കൊടുക്കും. എക്സ് സീൻ ബാർ കിട്ടി. അതിന് ശേഷം പിന്നെ എന്താ? എക്സ് സീൻ ബാർ കിട്ടി. ഇപ്പോൾ ഇതെനിക്ക് കിട്ടി. ഇനി അടുത്ത് എനിക്ക് ആരാ വേണ്ടത്? എക്സ് ഇൻറ്റു എക്സ് സീൻ ബാറാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എക്സും എടുത്തു, ഈ എക്സ് സീൻ ബാറോട് ചേർത്ത് ഇവിടെ ഒരു നാൻഡ് ഗേറ്റ് കൊടുത്തു. അപ്പോൾ എനിക്കിത് മൊത്തം ചെയ്യാൻ പറ്റി. അടുത്ത് എക്സ് സീൻ ബാർ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? സീനിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സീൻ്റെ ഇത് ഈ നാൻഡ് ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് സീൻ ഇൻറ്റു എക്സ് ഇൻറ്റു സീൻ ബാറും കിട്ടി. എഗെയിൻ ഞാനൊരു നാൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഫുൾ ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് സമ്മ്. ക്യാരിഡ് ചെയ്തല്ലേ? എ ബി ബാർ ഇൻറ്റു എക്സ് സീൻ ബാർ എന്നല്ലേ. എ ബി ബാർ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ? എക്സ് സീൻ ബാറും ഇതേ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ എ ബി ബാർ കിടപ്പുണ്ട്. ഇവിടെ എക്സ് സീൻ ബാറും ചെയ്തത് കിടപ്പുണ്ട്. അത് രണ്ടും കൂടെ ഞാനൊരു നാൻഡ് ഗേറ്റ് കൊടുക്കുമ്പം എ ബി ബാർ ഇൻറ്റു എക്സ് സീൻ ബാർ ദ ഹോൾ ബാർ കിട്ടി. അപ്പോൾ എനിക്ക് ആരെ കിട്ടി? ക്യാരി ഔട്ട് കിട്ടി. ഓക്കെ, അടുത്തിനി വേണ്ടത് ആരെയാണ്? നോർ ഗേറ്റ് ഓൺലി ആണ്. നോർ ഗേറ്റ് ഓൺലി. ഓക്കെ, നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ, സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? സെയിം എക്സ്പ്രഷൻ തന്നെയല്ലേ? എ എക്സ് ഓർ ബി എക്സ് ഓർ സീൻ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫുൾ ആഡർ യൂസിങ് നോർ ഗേറ്റ് ഓൺലി എന്ന് പറയുമ്പം
ഒന്നുകൂടെ പറയാം. അതായത് സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ എക്സ് ഓർ ബി എക്സ് ഓർ സീനല്ലേ? എ എക്സ് ഓർ ബീനെയാണ് ഞാൻ എന്ത് വിളിച്ചേക്കുന്നത്? എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത് അല്ലേ? എ എക്സ് ഓർ ബീനെ ഞാൻ എക്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മുമ്പ് നോർ ഗേറ്റ് ഓൺലി ഹാഫ് ആർഡറിലും ഹാഫ് സബ്ട്രാക്റ്റിലൊക്കെ നമ്മൾ നോർ ഗേറ്റ് ഓൺലി ചെയ്തതാണ്. എ എക്സ് ഓർ ബീനെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ എഴുതിയതല്ലേ? അപ്പം എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞതാണ് എക്സ് ആയിട്ട് ഞാൻ വിളിച്ചേക്കുന്നത്. അപ്പം എ എക്സ് ഓർ ബി ചെയ്താൽ എനിക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? നോർ ഗേറ്റ് വെച്ചിട്ടുണ്ടോ? എ ബാർ പ്ലസ് എ ബി ബാർ, എ ബാർ ബി ബാർ. ഇവിടെ രണ്ടിടത്തും എ ബാർ കോമൺ ആയിട്ട് എ ബാറിനെ പുറത്തെടുത്തു, പിന്നെ എ പ്ലസ് ബി മിച്ചമുണ്ട്, ബി ബാറിനെ പുറത്തെടുത്തു, എ പ്ലസ് ബി മിച്ചമുണ്ട്. രണ്ടിനകത്തും എ പ്ലസ് ബി കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനൊരു എക്സ്പ്രഷൻ എനിക്ക് കിട്ടി. എഗെയിൻ ഞാൻ എന്ത് ചെയ്തു? ഡബിൾ കോംപ്ലിമെൻ്റ് ഇട്ട് അപ്ലൈ ചെയ്തപ്പം എനിക്കിത് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. ഇതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്നത് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഓർ ബി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് എൻ്റെ എക്സ്. ഇനി എനിക്ക് എന്നാ വേണ്ടേ? എക്സ് ഓർ സീനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഇപ്പം ഞാൻ എ എക്സ് ഓർ ബി ചെയ്ത് കഴിഞ്ഞു. ആ കിട്ടിയതും സീനും കൂടി ഇനി എക്സ് ഓർ ചെയ്യണ്ടേ? അത് ഇതുകൂടെ സീനോട് എക്സ് ഓർ ചെയ്യണം. അപ്പം എനിക്ക് ഇപ്പം എ എക്സ് ഓർ ബി ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ എക്സ് ഓർ സീൻ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലേ കിട്ടുന്നത്. അപ്പോൾ എയുടെ സ്ഥാനത്തല്ല എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ സ്ഥാനത്തല്ല ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സീന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സമ്മ് കിട്ടും. അടുത്തത് വേണ്ടത് ക്യാരിയാണ്. ക്യാരിയുടെ എക്സ്പ്രഷൻ ഇതാ: എ ബി പ്ലസ് എ എക്സ് ഓർ ബി ഇൻറ്റു സീന്. എ ബി പ്ലസ് എക്സ് ഓർ ബിനെ ഞാൻ എക്സ് എന്നാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ എ ബി പ്ലസ് എക്സ് സീന്. അതിന് ഡബിൾ കോംപ്ലിമെൻ്റ് ഇടുമ്പം നോർ ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എല്ലാവർക്കും ഇടയിൽ ആര് വേണം? പ്ലസ് വേണം. അപ്പോൾ ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. ഇനി എന്താ എനിക്ക് വേണ്ടത്? കിട്ടിയ ഈ ക്യാരി ഔട്ടിനെയും ഈ ഒരു ഈ സമ്മിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സമ്മിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മീൻസ് ഈ എക്സ് ആദ്യമേ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ദെൻ എക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇത് രണ്ടും കൂടെ ചെയ്താലേ ആര് കംപ്ലീറ്റ് ആവുള്ളൂ? സമ്മ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ? കാരണം എന്താ? എ എക്സ് ഓർ ബി എക്സ് ഓർ സീന്. എ എക്സ് ഓർ ബി ഞാൻ ഇവിടെ ചെയ്ത് വെച്ചു, അതാണ് എക്സ്. ആ കിട്ടിയ എക്സും സീനോട് എക്സ് ഓർ ചെയ്താലേ ഉള്ളൂ മൊത്തത്തിൽ എന്താവുള്ളൂ? സമ്മാവുള്ളൂ. അപ്പോൾ അതിനെ ഇവിടെ നോറ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ? നോക്കിക്കുക, ആദ്യം എക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ ബാർ. എയും ബിയും കൂടെ ഒരു നോർ ഗേറ്റ് കൊടുത്ത് എ പ്ലസ് ബി ദ ഹോൾ ബാർ കിട്ടും. അടുത്തതാരാ? എ ബാറും ബി ബാറും ദ ഹോൾ ബാർ. എ ബാർ ഇവിടെയുണ്ട്, ബി ബാറുണ്ട്. രണ്ട് പേരെയും കൂടെ ചെയ്ത് എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ഉണ്ട്. ഇനി എന്നെ എനിക്ക് ചെയ്യേണ്ടത്? രണ്ട് പേരെയും കൂടെ ഈ ഫംഗ്ഷനും കിട്ടി, ഈ ഫംഗ്ഷനും കിട്ടി. ഈ രണ്ട് ഫംഗ്ഷനും തമ്മിൽ ഇനി ആഡ് ചെയ്ത് നോർ ഗേറ്റ് കൊടുത്താൽ പോരതി. ഈ രണ്ട് പേരെയും കൂടെ ചേർന്ന് നോർ ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഇവിടെ ആരെ കിട്ടി? എക്സ് കിട്ടി. കണ്ടോ? ഇനി എനിക്ക് വേണ്ട ആരാ? ഇതാ എക്സും സീൻ ബാറും. എക്സ് ഇവിടെ കിടപ്പുണ്ട്, സീൻ ഒരു ഇൻപുട്ടൂടെ ഞാൻ കൊടുത്തതേ എക്സ് പ്ലസ് സീൻ ബാർ കിട്ടി. അടുത്ത് വേണ്ടതാരാ? എക്സ് ബാറും പ്ലസ് സീൻ ബാറാണ്. അപ്പോൾ ദേ ഇവിടെ എക്സിനെ ഞാൻ എക്സ് ബാർ ആക്കിയിട്ടുണ്ട്, സീൻ ബാറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ബാറും സീൻ ബാറോടെ ഒരു നോർ ഗേറ്റ് കൊടുത്തപ്പം ഈ ഫംഗ്ഷൻ ഇംപ്ലിമെൻ്റ് ആയി. ഇനി ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ ആഡ് ചെയ്യണം. അപ്പം എഗെയിൻ ഇവരെ തമ്മിൽ നമ്മളൊരു നോർ ഗേറ്റ് കൊടുത്തപ്പം സമ്മ് കിട്ടി. അടുത്തിന് വേണ്ടതാരാ? ക്യാരിയാണ്. ക്യാരിക്ക് വേണ്ടത് ആരൊക്കെയാണ്? ഇവിടെ എ ബാർ വേണം, ബി ബാർ. എ ബാറും ബി ബാർ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. എ ബാറിനെയും ബി ബാർ ദ ഹോൾ ബാർ ഓൾറെഡി ഈ കിടക്കുന്ന ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു. കണ്ടോ? കണക്ഷൻ ഇവിടെ നിന്ന് എടുത്തു. അടുത്ത് ഇനി വേണ്ടതാണ് എക്സ് ബാർ സീൻ ബാർ. അത് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. എക്സ് ബാർ സീൻ ബാറും ചെയ്തു. അപ്പോൾ ഇവരെ രണ്ടുകൂടെ നോർ ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ ബാർ ബി ബാർ ദ ഹോൾ ബാർ പ്ലസ് എക്സ് ബാർ സീൻ ബാർ ദ ഹോൾ ബാർ വരും. ഇവിടെ എക്സ്പ്രഷനിലേക്ക് നോക്കി ഇങ്ങനെ ഒരു ഹോൾ ബാർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ നോട്ട് ചെയ്ത് കൊടുത്താൽ മതി.